Welcome back to Maths Tuition. നമുക്ക് പ്ലസ് വണ്ണിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. സിമിലർ ക്വസ്റ്റ്യൻസ് ഇവിടെ നോക്കാം. ബി പി ട്രിഗണോമെട്രി 17 ഫസ്റ്റ്. വിറ്റ് ടേം ഈസ് 128 2 2√2 etc. ഫസ്റ്റ് ടേം ഈസ് 2. കോമൺ റേഷ്യോ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം √2. വിറ്റ് ടേം ഈസ് 128 നമ്മൾ എന്തെഴുതണം? an ഈസ് ഈക്വൽ ടു 128 a r raised to n minus 1. Here a is equal to 2 r root 2 raised to n minus 1. Root 2 raised to n minus 1 is equal to 64. നമ്മൾ നോക്കണം 64 to 32 ആണെങ്കിൽ 2 5 times. 64 ആണെങ്കിലോ 2 raised to 6. നമുക്ക് 2 കിട്ടണമെങ്കിൽ നമുക്കറിയാം √2 ഇൻറ്റു √2. ഇപ്പം ബേസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എക്സ്പൊണൻ്റ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഇവിടെ √2 ഇവിടെ 2ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം √2 raised to n minus 1 is equal to √2 raised to 2 into 6. 2 എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2 raised to 2 2 into 6 കിട്ടും. ഇവിടെ ബേസ് ഈക്വലായി നമുക്ക് എക്സ്പൊണൻ്റ് ഇക്വേറ്റ് ചെയ്യാം. n minus 1 is equal to n is equal to 30 plus 1. Sum of first three terms of a geometric progression is 16. First three terms a plus ar square, and sum of next three terms 128. Next three terms number fourth term, fifth term, sixth term. ar cube, ar raised to 4, ar raised to 5. നമുക്ക് ഫസ്റ്റിൽ a കോമൺ എടുക്കാം. a ഇൻറ്റു 1 പ്ലസ് r സ്ക്വയർ ഇക്വേഷൻ നമ്പർ 1. ar cube, ar raised to 4, ar raised to 5. ar cube കോമൺ എടുക്കാം. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2. a cancel, this 10 cancel. 1 by r cube is equal to 16 by 128. That is 1 by 8. Cross multiplication we get r cube is equal to 8. 2 നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 3. 2 into 2 into r is equal to, ഇവിടെ എക്സ്പൊണൻ്റ് സെയിം ആണ് അല്ലേ? നമുക്ക് ബേസ് ഈക്വൽ ആക്കാം. r is equal to 2. ഫസ്റ്റ് ടേം നമുക്ക് ഇതിൽ സിമ്പിളായിട്ടുള്ളത് സെക്കൻഡ് a ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 2 സ്ക്വയർ a is equal to a into 1 plus 2 3 plus 4 7. So a is equal to 16 by 7. Sum of first four terms. The SN-ൻ്റെ ഫോർമുല എന്താ? a ഇൻറ്റു r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? r raised to n minus 1 by r minus 1. r ഗ്രേറ്റർ ദാൻ r ലെസ് ദാൻ 1 ആണെങ്കിൽ 1 മൈനസ് r raised to n by 1 മൈനസ് 1. a 16 by 7 ഇൻറ്റു 1 മൈനസ് 2 raised to, ഇവിടെ 4 ആണ് ചോദിച്ചിരിക്കുന്നത്. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് n4. 1 minus 2 raised to 4 by S4 a into r2 2 raised to n. ഇവിടെ n എന്ത് എഴുതാം? n is equal to 4 minus 1 by 2 minus 1. 16 by 7 into 2 minus 1 1.
2 raised to 4 60 minus 1. into 50. Calculator ഒക്കെ ഉണ്ടല്ലോ. 240 by 7. Find the derivative of cos x. നമുക്കിതിൽ ജി പിയിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സം ഓഫ് ഫസ്റ്റ് 3 ടേം, ഈ സം ഓഫ് 3 ടേംസ് ഓഫ് ജി പി ഈസ് 39/10, ദെൻ പ്രോഡക്റ്റ് ഈസ് 1. ആ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻസേർട്ട് 3 numbers between 1 and 250 so that the resulting sequence is in GP. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ വേറെ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട് വീഡിയോയിൽ, അപ്പോൾ അതിലെല്ലാം റിവിഷൻ വരുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. പിന്നെ 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. Geometric mean of GMO 4 and 64 is dash. 4 and 16 is dash. 1 mark question. Geometric mean ആണ് ചോദിക്കുന്നത് root of 4 into 16. That is equal to 8. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് 1 മാർക്കിന്. പിന്നെ 1 മാർക്കിന് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. nth term of a sequence 2n minus 3/6. ഇത് എ പി ഒ ജി പി ഒ അങ്ങനെയല്ല. 2n minus 3/6 ഒരു സീക്വൻസ് തന്നിട്ട് 6th ടേം ഇതെങ്ങനെ നമുക്ക് എ പി യുടെ ഇതായിട്ട് വരാം. ക്വസ്റ്റ്യനിൽ സീക്വൻസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എ പി ഒ ജി പി ഒന്നും എടുത്ത് പറയുന്നില്ല. nth term of a sequence is this, find 6th term അല്ലെങ്കിൽ 8th term അങ്ങനെ ചോദിക്കും. അപ്പോൾ 6th term ആണ് ചോദിക്കുന്നതെങ്കിൽ 2 into 6 minus 3/6 9/6 3/2 ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എത്രാമത്തെ ഏത് ടേമാണ് ചോദിക്കുന്നത് അതിൻ്റെ സ്ഥാനത്ത് നമ്പറും കൊടുക്കണം. ഇത് 1 മാർക്കിന് ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് എക്സസൈസിൽ ബേസ് ചെയ്തിട്ട്. n is equal to -1 the whole raised to n into n square by n plus 1. എങ്ങനെയാണ് ചോദിക്കുന്നത്? 7th ടേം ചോദിച്ചാൽ -1 the whole raised to 7 square by 7 plus 1. 7 ഓടാണ്, ഇവിടെ -1 വരും. 49/8. ഇതെല്ലാം 1 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എത്രാമത്തെ ടേം അല്ലെ 7th ടേം 8th ടേം ഏതാണോ ചോദിക്കുന്നത് ആ എന്നിൻ്റെ സ്ഥാനത്ത് അതിനനുസരിച്ച് കൊടുക്കുക. 7th ടേം ആണെങ്കിൽ റീപ്ലേസ് n/7. Find the derivative of cos x. കോസും സൈനും കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാറ്റി ചോദിക്കുന്നുണ്ട്. 1/x റൂട്ട് എക്സ് അധികം ചോദിച്ചിട്ടില്ലെങ്കിലും 1/x റൂട്ട് എക്സ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. x² 2x sin x tan x. f'(x) അത് നിങ്ങൾ ഫസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ ഫോർമുല എഴുതണം. ലിമിറ്റ് h ടെൻസ് ടു 0 f of x plus h minus f of x by h. ലിമിറ്റ് h ടെൻസ് ടു 0 ഇവിടെ എന്താണ് cos x ആണ്. നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ ലിമിറ്റ് h ടെൻസ് ടു 0 എഴുതുക. ഈ എക്സിന് പകരം നമ്മൾ എന്ത് എഴുതണം? x plus h കൊടുക്കുക, പിന്നെ മൈനസ് എഴുതുക. പിന്നെ ഇവിടെ എന്താണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതിവിടെ എഴുതും. അതാണ് f of x plus h minus f x by h. cos x minus cos y c minus c minus 2ss അങ്ങനെയൊക്കെ നിങ്ങൾ ഷോർട്ടായിട്ട് പഠിക്കും. ലിമിറ്റ് h ടെൻസ് ടു 0 -2 sin x plus y by 2 x plus h plus x 2x plus h by 2 sin x plus h minus x h by 2 whole divided by h. Limit h tends to 0 minus sin 2x plus h by 2 into limit h by 2 tends to 0. ഇവിടെ സൈൻ ആംഗിൾ
sin h/2 നമുക്കിവിടെ ഉള്ള ഈ 2 തന്നെയാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നത്. അത് ന്യൂമറേറ്ററിൽ പോകുമ്പോൾ ഇവിടെ ഉള്ളത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് x ടെൻസ് ടു 0 sin x/x ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി ഇവിടെ h0 വരുമ്പോൾ 2x/2 എന്താവും? sin. സോ മൈനസ് sin x ഇൻറ്റു 1. മൈനസ് ലിമിറ്റ് x ടെൻസ് ടു 0 sin x/x ഈസ് ഡാഷ്. അങ്ങനെ വയ്ക്കാം 1 മാർക്ക്. നമ്മളെന്ത് പ്രതീക്ഷിക്കണം? ഇതൊരു കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നത് എനിക്ക് തന്ന കുട്ടി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡോട്ട് കണ്ടപ്പോൾ എനിക്കത് സിഗ്നഫ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ആൻസർ ഇട്ടത്. അപ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ അതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നു. ഏതായാലും ആൾക്ക് ഒരു കുട്ടി കമൻറ്റ് ചെയ്തിരുന്നു. കുട്ടിയുടെ താങ്ക്സ്. കാരണം ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് ഇടുന്നതെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. തന്ന കുട്ടി അവിടെ ഒരു ഡോട്ട് ഇട്ടുന്നതാണ് എനിക്ക് മിസ്റ്റേക്ക്. പിന്നെ എൻ്റെ കമൻറ്റ് ആയിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. എപ്പോഴും നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ പിന്നെ കോഷ്യൻ്റ് റൂളായിരിക്കാം കൂടുതലും ചോദിക്കുന്നത്. എങ്കിലും നമ്മൾ വേറെ 2-3 ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിരിക്കണം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് നമുക്ക് വൈകിൽ കൊടുക്കാം. sin x പ്ലസ് cos x ബൈ sin x മൈനസ് cos x dy ബൈ dx. എപ്പോഴും നമ്മളുണ്ട് ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ എന്ത് തോന്നുന്നു അതുപോലെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. പിന്നെ മൈനസ് ആണ് റൂള്. ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. sin x minus cos x. Derivative of sin x cos x. Derivative of cos x minus sin x minus sin x plus cos x. Derivative of sin x cos x. Minus into minus plus. Whole divided by denominator square. ഒരു ഡിനോമിനേറ്റർ സ്ക്വയർ അങ്ങനെ കിട്ടാൻ മതി കേട്ടോ. കൂടുതൽ സിംപ്ലിഫൈ ചെയ്യേണ്ട. sin x ഇൻറ്റു cos x മൈനസ് sin സ്ക്വയർ x മൈനസ് cos സ്ക്വയർഡ് x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് sin x cos x മൈനസ് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ളത് 3 പോസിറ്റീവാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ എഴുതുകയാണ്. എ സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ് മൈനസ് 2ab. ഇവിടെ പ്ലസ് 2ab ആണ്. മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൈനസ് 2 സൈൻ എക്സ് കോസ് എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. sin x cos x cancel out. Minus of sin squared x plus cos squared x 1 minus 1. അതിൻ്റെ ട്രിഗണോമെട്രിയിലെ തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ എക്സാമിൻ്റെ തലേന്ന് റിവിഷൻ എന്ന് പറഞ്ഞിട്ട് സെയിം ക്വസ്റ്റ്യനാണ്. നിങ്ങൾ അത് നോക്കി പഠിക്കുക. വേരിയൻസ് സ്റ്റാൻഡേർഡ് ഞാൻ ഇതിന് മുമ്പ് അതായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് N90 ഫസ്റ്റ് സെക്കൻഡ് കൂടെ നമുക്ക് ചെയ്യും. tan 1 ഡിഗ്രി ഇൻറ്റു tan 2 ഡിഗ്രി എക്സെട്ര tan 88 ഡിഗ്രി tan 90 ഡിഗ്രി. tan 89 degree
അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 90 minus 1. It is cot 1. Tan 1 into tan 89. 89 നമുക്ക് എങ്ങനെ എഴുതാം? 90 minus 1. Tan 90 minus a cot 90. Tan 1 degree into cot 1 degree. That is 1. Similarly, tan 2 into tan 88 1. Tan 3 into tan 87 1. അങ്ങനെ മിഡിൽ ഒരേ ഒരു ടേം വരും. ഏത് വരും? tan 45. tan 45ൻ്റെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 into 1 into 1 into 1. മിഡിൽ ഒരൊറ്റ ടേം ആയിട്ട് വരും. അത് tan 45. സോ ആൻസർ ഈസ് 1. Answer 1. Tan 1 into tan 2 into etc. Tan 9 is equal to 1. Cot square. Okay, that mistake. Cosec 5 pi by 6. Three tan square pi by 6. ഇവിടെ 180 by 6 എന്താ? 30. നിങ്ങൾക്ക് ഡിഗ്രിയിലോട്ട് മാറ്റിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. Cot square 30 degree cosec 5 into 30 150 degree 3 tan square 30 degree. Cot 30 root 3. Cosec 150. Cosec 180 minus 30. പിന്നെ 90 plus 60 എഴുതാം. 180 minus 30 അങ്ങനെ എഴുതാം. 3 into tan 30 1 by root 3. 180 ആണ് വരുന്നതെങ്കിൽ നമ്മൾ ലെഫ്റ്റിലുള്ള കൊസീക്ക് എഴുതുക. ഈ ക്വാഡ്രന്റ് നോക്കിയിട്ട് വേണം നമ്മൾ സൈൻ കൊടുക്കുക. സെക്കൻഡ് ക്വാഡ്രന്റ് കൊസീക്ക് എന്താ? പോസിറ്റീവ്. ഇതെന്തായാലും പോസിറ്റീവ് കൊസീക്ക് 30. ദാറ്റ് ഈസ് കൊസീക്ക് 30യുടെ വാല്യൂ 3 into 1 by 3. ഇത് കൊസീക്ക് 30 വരും. കൊസീക്ക് 30യുടെ വാല്യൂ 2. root 3 square 3. 3 plus 2 5. 5 plus 1 6. cos 2x plus cos 3x plus cos 4x. ഞാൻ തലേന്ന് റിവിഷനിൽ ഇട്ടിട്ടുണ്ട്. അഞ്ചതും കൂടെ കേൾക്കാം. മീൻ ആൻഡ് വേരിയൻസ് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ അത് കാണുക. cos 2x cos 3x cos 4x. sin 2x sin 3x sin 4x. നമുക്ക് കിട്ടേണ്ട ആൻസർ ഏതിലാണ്? 3xലാണ് അല്ലേ? അപ്പം നമ്മൾ ആ ഒരു ടേം മാറ്റി വയ്ക്കും. കണ്ടിന്യൂ. cos 4x plus cos 2x plus cos 3x. അതേപോലെ സിമിലർലി ഡിനോമിനേറ്റർ sin 4x plus sin 2x plus sin 3x. Therefore, cos x plus cos y. 2 cos 4 plus 2 6. 6x by 2 cos 4 minus 2 2x by 2 plus cos 3x by 2 sin 6x by 2 cos 2x by 2. ഇത് ന്യൂമറേറ്ററിൽ ഇവിടെ 2 cos 3x വരും അല്ലേ? ഇവിടെ cos 3x ഉണ്ട്. cos 3x പോയ cos x 2x by 2 cos x. ഇവിടെ ഒരു 2 ഉണ്ട്. ഇവിടെ sin 3x ഉണ്ട്. ഇവിടെ sin 3x ഉണ്ട്. 2 cos by sin എന്താ? cot. മീൻ ആൻഡ് വേരിയൻസ് വീഡിയോ നിങ്ങൾ കാണാത്ത കുട്ടികളെ കാണുക, പഠിക്കുക. നെക്സ്റ്റ് വീഡിയോ മുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും എല്ലാം ഇടുന്നുണ്ട്. എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക.
എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും എൻ്റേതായ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഏതെങ്കിലും പ്രത്യേകിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈവ് വരണം എന്നൊരു ഉദ്ദേശമുണ്ട്. അപ്പം കുട്ടികൾ താല്പര്യമുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.